ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് 33 വയസ്സുള്ള സുബലക്ഷ്മി അതിക്രൂരമായി കൊന്ന കൊലപാതകത്തെക്കുറിച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത്. എന്നാൽ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. ഈ സംഭവം നടക്കുന്നത് 2024 മാർച്ച് 20 സേലം ഏർക്കാട് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അവിടുത്തെ ഫോറസ്റ്റ് ഓഫീസേഴ്സ് ഉണ്ട്. അവിടുത്തെ വഴി കൂടെ ഒക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ അവിടുത്തെ ഒരു പാലമുണ്ട്. അവൻ്റെ അടുത്ത് എത്തിയപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് സ്മെല്ലാണ് അടിക്കുന്നത്. ഫോറസ്റ്റ് ഓഫീസേഴ്സ് വിചാരിച്ചത് ഏതെങ്കിലും വല്ല മൃഗമോ അല്ലെങ്കിൽ ജന്തുക്കളോ അങ്ങനെ ചത്തി കിടക്കുന്നതായിരിക്കും എന്ന് വിചാരിച്ച് നോക്കാൻ ഇറങ്ങിയപ്പോൾ അതിൻ്റെ അടുത്ത് ചെറിയൊരു കുഴി പോലെ ഉണ്ട്. ഇതെന്ന് പറയുന്നത് ഈ ചുരം പോലത്തുള്ള ഒരു സൈഡാണ്. അവിടെയാണ് താഴ്ചയിലേക്ക് കുറച്ച് ഒരു ബാഗ് കിടക്കുന്നതായിട്ട് ശ്രദ്ധയപ്പെടുന്നത്. അതിൽ നിന്ന് ഭയങ്കരമായിട്ട് ബാഡ് സ്മെല്ലൊക്കെ വരുന്നുണ്ട്. പക്ഷേ അവർ അത് ഇറങ്ങി നോക്കിയതൊന്നും ചെയ്തില്ല. അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയും ചെയ്തു. അങ്ങനെ പോലീസ് അവിടെ എത്തിയ ആൾക്കാരൊക്കെ ചേർന്ന് താഴെ എത്തിയപ്പോഴത്തേക്ക് അതിൻ്റെ അടുത്തുനിന്ന് ഭയങ്കരമായിട്ട് സ്മെല്ല് വരുന്നത്. അതോടെ തന്നെ ഈച്ചകളൊക്കെ അവിടെ കിടന്ന് ഭയങ്കരമായിട്ട് പറക്കുന്നതൊക്കെ ചെയ്യുന്നുണ്ട്. ഭയങ്കരമായിട്ട് സ്മെല്ലും വരുന്നുണ്ട്. അങ്ങനെ പോലീസ് ഉണ്ടെങ്കിൽ ആ ബോഡി എടുത്ത് ഓട്ടോപ്സിക്ക് എത്തിക്കുകയാണ്. അങ്ങനെ ഓട്ടോപ്സി ചെയ്ത് നോക്കിയപ്പോൾ മനസ്സിലാവുന്നത് ഒരു പെണ്ണാണ് മരിച്ചിരിക്കുന്നത്. 33 വയസ്സാണ്. ഈ മരിച്ചിട്ട് ഒരുപാട് നാളായി. ഇപ്പോഴാണ് ഇത് കണ്ടെത്തിയിട്ടുള്ള വിവരം മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഈ ബോഡി എങ്ങനെ ആ ബാഗിനകത്ത് അവിടെ വന്ന് ആരാണ് കൊണ്ടുവന്നിട്ട് അതിനെപ്പറ്റി ഒരു വിവരമില്ല. അങ്ങനെ പോലീസൊക്കെ അന്വേഷണം ഭയങ്കരമായിട്ട് തുടർന്നുകൊണ്ടിക്കൊണ്ടേ ഇരുന്നു. കുറേ നാളത്തുള്ള ഏതെങ്കിലും വല്ല മിസ്സിങ് കേസോ അങ്ങനത്തെ വല്ലതും അങ്ങനെ അവരുടെ പോലീസ് സ്റ്റേഷൻ്റെ പരിസരത്ത് വന്നിട്ടുണ്ടോ എന്നൊക്കെ നോക്കി. പക്ഷേ അവിടെ അങ്ങനത്തെ ഉള്ള ഒരു മിസ്സിങ് കേസോ അങ്ങനത്തെ ഉള്ള ഒരു കാര്യങ്ങളും വന്നിട്ടില്ല. പക്ഷേ ഇതെങ്ങനെ കണ്ടുപിടിക്കാമെന്നുള്ള ഒരു വിവരമില്ല. ആ സമയത്താണ് അവർക്ക് വേറൊരു ക്ലൂ കിട്ടുന്നത്. ആ ബാഗിനകത്ത് ഒരു ബാർകോഡ് പോലത്തെ ഉള്ളൊരു സെറ്റപ്പ് ഉണ്ട്. ആ കോഡ് നോക്കിയപ്പോൾ അത് എവിടുത്തുനിന്ന് വാങ്ങിച്ചതാണെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്നു. ആ സമയത്താണ് ഇത് അവർക്ക് മനസ്സിലാവുന്നത്. ഇത് കോയമ്പത്തൂരിൽ നിന്നാണ് വാങ്ങിച്ചതെന്നുള്ള കാര്യം മനസ്സിലാവുന്നുണ്ട്. ആ സമയത്തുണ്ട് ഇതിൻ്റെ ആ കടയിൽ ചെല്ലുകയും അങ്ങനെ ആരാണ് ഇത് വാങ്ങിച്ചതെന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്താണ് അങ്ങനെ ആ കടക്കാരുണ്ടെങ്കിൽ ഇത് എത്ര പേരാണ് ആ 2-3 മാസത്തിനുള്ളിൽ വാങ്ങിച്ചതെന്നുള്ള ആൾക്കാരുടെ ലിസ്റ്റൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ പോലീസ് ഉണ്ടെങ്കിൽ അവരെ എല്ലാം വിളിക്കുന്നുണ്ട്. ഒരു 4-5 പേര് കോയമ്പത്തൂർ തന്നെ ഉള്ളവരാണ്. അവരെ വിളിച്ചപ്പോഴത്തേക്ക് അവരുടെ ബാഗ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് 2 പേരെ വിളിച്ചപ്പോഴത്തേക്ക് അവർ വിദേശത്താണ്, ഇവിടെ ഇല്ല. വേറെ ഒരാളെന്ന് പറയുന്നത് നടരാജ് എന്ന് പറഞ്ഞ ഒരാളാണ്. അയാളെ എത്ര വിളിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടുന്നൊന്നുമില്ല. അയാൾ ഫോണും എടുക്കുന്നില്ല. അപ്പോഴത്തേക്ക് മനസ്സിലായി ഇയാളായിരിക്കും എന്നുള്ളൊരു ഡൗട്ടിലുണ്ട്. ഇയാളെ പറ്റി സെർച്ചൊക്കെ ചെയ്ത് തുടങ്ങുകയാണ്. ആ ഇരിക്കുന്ന സമയത്താണ് കോയമ്പത്തൂരിനടുത്ത് തന്നെ പെട്ടെന്നൊരു അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ ഒരു കോൾ വരുന്നത്. നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന നടരാജു അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനും കനിവരകൻ എന്ന് പറഞ്ഞ ഒരാളും അവിടെ വന്ന് കീഴടങ്ങിയിട്ടുണ്ട്. അവരെ ആ കൊലപാതകം ചെയ്തതിനുള്ള സമ്മതിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെ തുടർന്നുണ്ടെങ്കിൽ പോലീസ് അവരെ വന്ന് അറസ്റ്റ് ചെയ്ത് അങ്ങനെ ചോദ്യം ചോദിക്കുകയാണ്, എന്തിനാണ് നിങ്ങൾ കൊന്നത്, അതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴാണ് നടരാജ് പറയുന്നത്, ഞാനുണ്ടെങ്കിൽ ഖത്തറിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ വെച്ചാണ് ഞാൻ പരിചയപ്പെടുന്നത് സുബലക്ഷ്മി എന്ന് പറഞ്ഞ പെണ്ണ്. അവൾക്ക് 33 വയസ്സാണ്. അവളും തമിഴ്നാട്ടിലുള്ള ഒരു പെണ്ണ് തന്നെയാണ്. അവളുടെ കല്യാണം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷം ഉണ്ടെങ്കിൽ അവർ ഡിവോഴ്സ് അവൾക്ക് മക്കളൊക്കെ ഉണ്ട്. അവളുടെ അമ്മൂമ്മയെടുത്താണ് മക്കളെ ഏൽപ്പിച്ചിട്ട് ഖത്തറിൽ വന്ന് ജോലി ചെയ്യുന്നത്. ആ സമയത്ത് തന്നെയാണ് ഞാനും അവിടെ ജോലി ചെയ്യുന്നത്. എനിക്കും കല്യാണം കഴിഞ്ഞ് 2 മക്കളും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ സാധാരണ രീതിയിൽ തമിഴ്നാട്ടിൽ നിന്ന് ഉള്ളത് കൊണ്ട് തന്നെ നല്ലോണം സംസാരമൊക്കെ അങ്ങനെ ആയിരുന്നു. അതിനെ തുടർന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ഇഷ്ടത്തിലുമായി. അവൾക്കറിയാമെന്ന് ഞാനുണ്ടെങ്കിൽ കല്യാണം കഴിച്ചത് എനിക്ക് മക്കളുള്ള കാര്യം അവൾക്കറിയാം. എന്നിട്ട് പോലും എൻ്റെ കൂടെ അവൾ റിലേഷനിലുണ്ടാവാൻ തീരുമാനിച്ചു. അങ്ങനെ കുറേ വർഷങ്ങൾ കഴിഞ്ഞു. അങ്ങനെ 2023 ജൂൺ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഇന്നത്തെ പോലെ തന്നെ നാട്ടിൽ വന്ന് ഞങ്ങളെ ഫാമിലി അടുത്തോട്ട് പോയി. അങ്ങനെ കുറേ നാൾ ഫാമിലി അടുത്ത് സ്പെൻഡ് ചെയ്തതിന് ശേഷം അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം ഞങ്ങൾ പറഞ്ഞ് തിരിച്ച് ഖത്തറിലേക്ക് പോകുകയെന്ന് പറഞ്ഞ് അങ്ങനെ ഖത്തറിൽ പോകാതെ ഞങ്ങൾ തന്നെ അവിടെ വേറൊരു സ്ഥലം ഉണ്ടായിരുന്നു കോയമ്പത്തൂർ. അവിടെ ചെന്ന് വീടെടുത്ത് താമസിക്കാൻ തുടങ്ങി. അങ്ങനെ അവിടെയുള്ള ഒരു IT കമ്പനിയിലൊക്കെ ജോലിക്ക് അങ്ങനെ പോയിക്കൊണ്ടേയിരുന്നു. അങ്ങനെ കുറേ നാളുകൾ നല്ല സന്തോഷത്തോടെയാണ് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഈ സുബലക്ഷ്മിയോടെ ഈ ശ്രദ്ധിക്കുകയാണ്, ഈ നടരാജൻ്റെ ശരീരത്തുണ്ട് ഈ നടരാജൻ്റെ ഭാര്യയുടെ പേര് പച്ച കുത്തിയിട്ടുണ്ട്. അത് കണ്ടപ്പോഴത്തേക്ക് സുബലക്ഷ്മി ചോദിക്കുന്നുണ്ട്, അതെന്താ അവളുടെ പേര് മാത്രം പച്ച കുത്തിയേക്കുന്നത്, എൻ്റെ പേരെന്താ കുത്താത്തതെന്ന് തുടർന്ന് ചെറിയൊരു ചോദ്യം ചെയ്യലൊക്കെ നടക്കുന്നു. അതിനെ തുടർന്നുണ്ടെങ്കിൽ അവനുണ്ടെങ്കിൽ കയ്യിലും അത് പച്ച കുത്തുന്നു അവളുടെ പേര്. അങ്ങനെ സന്തോഷമായിട്ട് കുറേ നാളുകൾ പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്കുണ്ടെങ്കിൽ അവൻ വീട്ടിലേക്ക് പോയി അവൻ്റെ ഉണ്ടെങ്കിൽ കുടുംബത്തെ കാണുമെന്ന് പറയുന്നത്. അങ്ങനെ തുടർന്ന് പോകാൻ തുടങ്ങുമ്പോഴത്തേക്ക് അവന് പെട്ടെന്നൊരു ടെൻഷനായി. ചിലപ്പോൾ ഈ കയ്യിലടിച്ചിരിക്കുന്ന ടാറ്റു വീട്ടിൽ കണ്ടു കഴിഞ്ഞാൽ അത് ഉള്ളൊരു കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഉണ്ടെങ്കിൽ അടുത്തുള്ള ഒരു ടാറ്റു സെൻറ്ററിൽ പോയി ആ പേരുണ്ടെങ്കിൽ മായ്ച്ചു കളയുകയാണ് ചെയ്യുന്നത്. അതിന് ശേഷം ഉണ്ടെങ്കിൽ അവരുടെ അവൻ്റെ വീട്ടിൽ പോയി അവൻ മക്കളെടുത്തും ഭാര്യയെടുത്തും നല്ലോണം സന്തോഷത്തോടൊക്കെ സംസാരിക്കുക. അങ്ങനെ കുറേ നാളുകൾ അവിടെ തന്നെ നിൽക്കുകയും ചെയ്തു. അതിന് ശേഷം ഉണ്ടെങ്കിൽ പിന്നെ തിരിച്ച് സുബലക്ഷ്മിയുടെ അടുത്ത് വന്നപ്പോൾ സുബലക്ഷ്മി ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് അവൾ ചോദിക്കുന്നു, എന്തിനാ എൻ്റെ പേര് തൻ്റെ കയ്യിൽ നിന്ന് മായ്ച്ചു കളഞ്ഞെന്നുള്ള കാര്യം. അപ്പോൾ പറയുന്നുണ്ട്, ആ സമയത്ത് നടരാജ് പറയുന്നുണ്ട്, ഞാൻ ഇതേ കണക്ക് ടാറ്റു അടിച്ചുകൊണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവൾ എന്നെ പിടിക്കാതെ തന്നെ ഇത് ഭയങ്കരമായിട്ട് പ്രശ്നമാണ്, അതാ ഞാൻ മായ്ച്ചു കളഞ്ഞെന്ന് പറയുന്നുണ്ട്. പക്ഷേ സുബലക്ഷ്മിക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊന്നുമില്ല. അതെന്തിന് ഇപ്പം നീ പേര് മായ്ച്ചു കളഞ്ഞ് എൻ്റെ പേര് പോലും നിനക്ക് വെക്കാൻ താല്പര്യമില്ല, അപ്പോഴത്തേക്ക് ഇതെങ്ങനെ കൊണ്ടുപോകാനുള്ള താല്പര്യമെന്ന് ചോദിക്കുന്നു. അപ്പോൾ നീ എന്നെ വിട്ടിട്ട് പോകുന്നതൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നടരാജ് പറയുന്നുണ്ട്, അങ്ങനെയൊന്നും ഇല്ല, നിന്നെ ഒരിക്കലും വിട്ടിട്ട് പോകത്തില്ലെന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് അവിടെ വെച്ച് തീരുന്നില്ല. അവൾ ഭയങ്കരമായിട്ട് പറയുന്നുണ്ട്, നിനക്ക് എൻ്റെ പേര് പോലും കാണിക്കാൻ ഭയങ്കരമായിട്ടും അണക്കേടാ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളാണ്. പിന്നെ നീ എന്തിനാ അവളുടെ പേര് മാത്രം ഇങ്ങനെ കൊണ്ടു കിടക്കുന്നത്
കിടന്ന് അതും നശിപ്പിച്ച് കളയുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവൻ പറയുന്നുണ്ട് നിനക്ക് അറിഞ്ഞുകൂടെ എനിക്ക് ഭാര്യ മക്കളും ഉള്ളത്, എന്നിട്ടാണ് നീ എന്നെ ഇഷ്ടപ്പെട്ടത്, പിന്നെന്താ ഇപ്പോൾ പ്രശ്നം എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. അതിനെ തുടർന്ന് അത് ഭയങ്കരമായിട്ടുള്ളൊരു പ്രശ്നം ഭയങ്കരമായിട്ട് ആയി, അടിയൊക്കെ കൂടി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് സുബലക്ഷ്മി അറിയണം ഞാൻ നിൻ്റെ വീട്ടിൽ പോയി ഇപ്പോൾ തന്നെ കാര്യങ്ങളെല്ലാം പറയുമെന്ന് പറയുന്നത്. പക്ഷേ പെട്ടെന്ന് തന്നെ ഈ നടരാജന് ദേഷ്യം വന്ന് അവിടെ കിടന്ന ഒരു കമ്പി എടുത്ത് അവളെ തലയ്ക്ക് അടിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ ആലോചിക്കുന്നുണ്ട് ചെയ്ത തെറ്റാണ്. തിരിച്ചു വന്നപ്പോൾ കാണുന്ന അവൾ ചോരെ കുളിച്ച് മരിച്ചു കിടക്കുന്നതായിട്ടാണ് കാണുന്നത്. അവന് എന്ത് ചെയ്യണമെന്ന് ഒരു ഐഡിയ ഇല്ല. ആ സമയത്താണ് അവൻ്റെ കൂട്ടുകാരനായ കനിവരകനെ വിളിക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ആ സമയത്ത് അവർ തീരുമാനിക്കുന്നത് അവളെ എവിടെയെങ്കിലും കൊണ്ടുപോയി തള്ളാമെന്നുള്ള കാര്യമാണ്. അങ്ങനെ ബോഡി എടുത്തുകൊണ്ട് അവർ വാങ്ങിച്ചിരുന്ന ബാഗിനകത്ത് ഇട്ടുകൊണ്ട് കുറേ നേരം അവിടെയൊക്കെ കിടന്ന് കറങ്ങുന്നുണ്ട്. പക്ഷേ എവിടെ കൊണ്ടുപോയി ഇടണമെന്ന് ഒരു ഐഡിയയും ഇല്ല. ആ സമയത്താണ് എവനുണ്ടെങ്കിൽ ആലോചിക്കുന്നത്, എവനും അവൻ്റെ ഭാര്യയും മക്കളും ഒക്കെ ചേർന്നുണ്ടെങ്കിൽ ടൂർ പോയായിരുന്നു സേലത്ത്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ തീരുമാനിക്കുകയാണ് ഏക്കാട് കൊണ്ടുപോയി തള്ളാമെന്നുള്ള കാര്യം. അങ്ങനെ കുറേ നേരം ട്രാവൽ ചെയ്ത് അങ്ങനെ അവരെ കൊണ്ടുപോയി അവിടെ രാത്രി ആയപ്പോഴാണ് മാർച്ച് 1 അവിടെ ചെല്ലുന്നത്. അങ്ങനെ രാത്രി അവിടെ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ട്. അങ്ങനെ ഇല്ലെന്ന് അവർ ഉറപ്പ് വരുത്തിയതിന് ശേഷം ആ ബാഗ് എടുത്ത് അവിടെ കളഞ്ഞിട്ട് അവർ പോവുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ അത്ഭുതപ്പെടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ 600 കിലോമീറ്റർ ദൂരെ അവർ സഞ്ചരിച്ച് എന്നിട്ട് ഒരു പോലീസോ ഒരു ചെക്ക് പോസ്റ്റിലോ ഇവർ അകപ്പെട്ടില്ല എന്നുള്ളത് അത്ഭുതമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ കാര്യങ്ങളെല്ലാം പോലീസിൻ്റെ അടുത്ത് പറഞ്ഞ് അതിന് ശേഷം അവർക്ക് കോടതിയിൽ ചെന്ന് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനും ശ്രമിക്കുന്നുണ്ട്. ആ സമയത്ത് അവൻ പറയുന്നുണ്ട് ഞാൻ പെട്ടെന്ന് ഒരു ദേഷ്യത്തിൽ സംഭവിച്ചു പോയതാണ്, ആരെങ്കിലും എന്നെ ജാമ്യത്തിൽ എടുക്കണമെന്ന് പറഞ്ഞ് അവൻ കോടതിയിൽ നിന്ന് കരയുന്നുണ്ടായിരുന്നു. പക്ഷേ അവന് വേണ്ട ശിക്ഷയും കിട്ടി. പക്ഷേ ഇതിൽ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ കനിവഴകനാണ്, അവനാണ് പറഞ്ഞത് നമുക്ക് കീഴടങ്ങാമെന്നുള്ള കാര്യം. അതിനെ തുടർന്നാണ് ഇവർ രണ്ടുപേരും പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കീഴടങ്ങുന്നത്. കാരണം ഇവർക്ക് അറിയായിരുന്നു പോലീസ് ഉണ്ടെങ്കിൽ ഇവരെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നു. ആ കാര്യം ഉണ്ടെങ്കിൽ കനിവഴകനും അറിഞ്ഞ്. അതിനെ തുടർന്ന് ഇവർ സംസാരിച്ചിരുന്ന സമയത്താണ് കനിവഴകൻ പറയുന്നത് നമുക്കിനി രക്ഷപ്പെടാൻ പറ്റത്തില്ല, പോയി കീഴടങ്ങാമെന്നുള്ള. പക്ഷേ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇത് അവൻ കൊന്ന സമയത്ത് തന്നെ പറഞ്ഞിരുന്നെങ്കിൽ ആ സമയത്ത് ഈ കനിവഴകൻ ഈ കേസിൽ വരത്തില്ലായിരുന്നു, അവന് വേണമെങ്കിൽ രക്ഷപ്പെടാൻ ചെയ്യായിരുന്നു. പക്ഷെ അവനുണ്ടെങ്കിൽ ആ സമയത്ത് അതിനെപ്പറ്റിയൊന്നും ആലോചിക്കാതെ അവളെ കൊണ്ടുപോയി കളയാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോഴാണ് കീഴടങ്ങണമെന്ന് വിചാരിച്ചത്. അങ്ങനെ അവനും അതിനകത്ത് പെടുകയാണ് ചെയ്തത്. നിങ്ങൾ ഈ ക്രൈം സ്റ്റോറിയെ പറ്റി എന്ത് വിചാരിക്കുന്നത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക. നിങ്ങൾ ഈ ചാനലായിട്ട് ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. എന്നാലും ഞാൻ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനേ വരികയുള്ളൂ. താങ്ക് യു.